എൽഫി, ഇത് ഹസ്ബൻഡ് ജോസഫ്, ഇത് ഞങ്ങളുടെ മകൻ ആബേൽ. എൻ്റെ വീട് രാമപുരം. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 18/8/2022 ഞങ്ങളിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാനസികമായി വളരെ ബുദ്ധിമുട്ടുന്ന അവസരമായിരുന്നു അത്. സമ്പത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും പലവിധ പ്രതിസന്ധികളിൽ കൂടി ഞങ്ങൾ കടന്നു പോകുന്നൊരു സാഹചര്യമായിരുന്നു അത്. എൻ്റെ ഹസ്ബൻഡ് 6 വർഷത്തോളം ഇസ്രായേലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നു. ആ സമയത്ത് കൊറോണ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് തന്നെ ഞാനൊരു നേഴ്സായിരുന്നു. എനിക്കും ജോലിയില്ലാതെ ഞങ്ങൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ആകെ പ്രതിസന്ധിയിലായിരുന്നു ഞങ്ങൾ കടന്നു പോകുന്നത്. വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഒരു ജോലി പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിക്കുന്നത്. ആ സമയത്ത് ഹസ്ബൻഡിന് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു പെട്രോൾ പമ്പിൽ എൻ്റെ ഹസ്ബൻഡ് പെട്രോൾ അടിച്ചു പോകാൻ തയ്യാറായി നിന്നു. അപ്പം വിദ്യാഭ്യാസം കൂടുതലാണെന്ന് പറഞ്ഞാൽ അവരൊരു കാരണവശാലും എടുക്കില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഞങ്ങൾക്ക് ആ ജോലി തന്നു. അങ്ങനെ ഞങ്ങൾ വളരെ സങ്കടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. എൻ്റെ ആവശ്യം എനിക്കൊരു ജോലി വേണം, എനിക്ക് വിദേശത്ത് പോകണമെന്ന് മാത്രമായിരുന്നു. പക്ഷേ ഉടമ്പടിയിലെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് പരിശുദ്ധ അമ്മ കാണിച്ചു തന്നത് ജോലിയെക്കുറിച്ചല്ല, എൻ്റെ ആത്മീയ വളർച്ചയെക്കുറിച്ചുള്ളൊരു ബോധ്യമായിരുന്നു. തന്നെ എളിമപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഒരുപാട് പേരോട് ക്ഷമിക്കുവാനുണ്ടായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റുകൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഞങ്ങളുടെ സ്റ്റാറ്റസ് ഞങ്ങൾ താത്തുകയാണ് ആദ്യം ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടാമതായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെയും നേരിട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് വിഷമിച്ച് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ മാസം മാർച്ച് 31 എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടണേ മാതാവേ, നല്ലൊരു സാമ്പത്തിക ഉയർച്ച തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ ആ സമയത്ത് വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് ചെന്ന് അതേ സമയം ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന അതേ പമ്പിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ്. ഹസ്ബൻഡിനോട് ആ പമ്പിൽ മാനേജരായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിന് അപ്പം തന്നെ നന്ദി പറഞ്ഞ് ഏപ്രിൽ 1 മുതൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ മാനേജരായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. നല്ല സാലറിയോടുകൂടി ഒരു വണ്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെട്ടു, എനിക്കൊരു ജോലി വേണം. ഞാൻ നേഴ്സായിട്ട് എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് എനിക്കധികം ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല. കുഞ്ഞായ പിന്നെ എനിക്ക് ഒത്തിരി ഇയർ ഗ്യാപ്പ് വന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടു, ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ 2019 എഴുതിയ DHAയുടെ വാലിഡിറ്റി എനിക്ക് പരിശുദ്ധ അമ്മ 5 വർഷത്തേക്ക് അത് നീട്ടിത്തന്ന് എനിക്കൊരു എക്സാം പോലും പിന്നീട് എഴുതേണ്ട വരാതെ എനിക്ക് ദുബായിക്ക് കയറിപ്പോകാൻ സാധിച്ചു. പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് സൈത്ത് പൂശി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സഞ്ചാരി മാതാവ് നിൻ്റെ കൂടെ വരുമെന്ന്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു, അച്ഛൻ എന്തുകൊണ്ട് സാക്ഷ്യം പറയാൻ വരണമെന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ ഒരുപാട് വിഷമിക്കേണ്ടി വരും, എനിക്ക് ഈ പൊതുസമൂഹത്തെ നേരിടാനുള്ളൊരു പേടിയൊക്കെ ഉണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും അറിയില്ല ഒരു കാര്യങ്ങളും. ആ സമയത്ത് ഞാനിങ്ങനെ പേടിച്ച് നിന്ന സമയത്ത് പരിശുദ്ധ അമ്മ എനിക്കൊരു വചനം തന്നു, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്ന് ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന്. ഞാൻ വിദേശത്ത് ചെന്ന ആ കാലഘട്ടം മുതൽ എൻ്റെ ബലഹീനതയിൽ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഒരുപാട് തോന്നി. എനിക്ക് എവിടെ ചെന്നാലും എൻ്റെ ആവശ്യത്തിന് ഞാൻ പോലും അറിയാത്ത ആളുകളെ എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്നു. ഞാൻ വിദേശത്ത് ചെന്ന് 1 മാസത്തോളം ജോലിയില്ലാതിരുന്നു. ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് ഇവിടുന്ന് കയറി പോകുന്നത്. അവിടെ ചെന്ന് ജോലിയില്ലാതിരുന്നപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. ജോസഫ് അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടു. അന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു, നീ പൂർണ്ണമായി നിന്നെ തന്നെ വിട്ടുകൊടുത്ത് എളിമപ്പെടുത്തി നിനക്ക് വീണ്ടും ക്ഷമയുടെ ഒരിതാണ് ഈശോ കാണിച്ചു തരുന്നത്, നീ അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്, എനിക്ക് ക്ഷമിക്കാനല്ല, എനിക്ക് ആരോടും ഒരു വിഷമമില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, നിന്നെ വേദനിപ്പിച്ചവരോട് നിനക്കുണ്ടായ സങ്കടങ്ങൾ പോലും ഒരു വിഷമം, അതൊരു ക്ഷമയുടെ ഇതാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ പരിശുദ്ധ അമ്മയോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും
എന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. ആ ആഴ്ച തന്നെ എനിക്കൊരു നല്ല ജോലി ലഭിച്ചു. ആ ജോലിയിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 4-ാം മാസമായപ്പം എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ ഭയങ്കര പ്രതിസന്ധിയിൽ, കുഞ്ഞിനെ ഇട്ടിട്ട് പോയതിൻ്റെ വിഷമം, അങ്ങനെ ഒരേ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വീണ്ടും ഒരു വചനം കിട്ടുകയാണ്. ഹബക്കൂക്ക് 1:5, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന്. പിറ്റേ ദിവസത്തെ ചൊവ്വാഴ്ച ധ്യാനത്തിൽ അച്ഛൻ ആ വചനം പറഞ്ഞുകൊണ്ടാണ് ധ്യാനം തുടങ്ങുന്നത്. അതേസമയം എൻ്റെ ഹസ്ബൻഡ് വന്ന് അച്ഛനെ കണ്ട് വീണ്ടും പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പറഞ്ഞ ആ മാസം തന്നെ എനിക്ക് പരിശുദ്ധി അമ്മ നല്ലൊരു ജോലി, എനിക്ക് പള്ളിയിൽ പോകാൻ സൗകര്യത്തോടു കൂടി, എല്ലാ സൗകര്യത്തോടും കൂടി നല്ലൊരു ജോലി തന്ന് പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഇന്നലെ അവിടെ നിന്ന് 6 മാസമായപ്പം ഞാൻ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട്. അടുത്ത ആഴ്ച ഞാനും എൻ്റെ കുഞ്ഞും ഹസ്ബൻഡും കൂടി തിരിച്ചു പോകും. ഇത്രയും അനുഗ്രഹം തന്നെ എൻ്റെ അമ്മയ്ക്ക് ആദ്യം തന്നെ കോടാനുകോടി നന്ദി പറയുന്നു. ഇതിലും വലിയ ഒരു അനുഗ്രഹമായിട്ട് പരിശുദ്ധ അമ്മ, എനിക്ക് 12 വർഷമായിട്ട് ആസ്മറ്റിക് അലർജി ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയായിരുന്നു കുറേ കായിപ്പം. കാരണം ഡോക്ടറെ കാണുമ്പോൾ സെയിം ട്രീറ്റ്മെൻറ്റ് പറയുന്നതുകൊണ്ട് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ അസുഖത്തെ അമ്മ മാതാവ് എടുത്തു മാറ്റി. അതിലുപരി എൻ്റെ കുഞ്ഞിന് ഫോസ്കിന് പുറകോട്ട് വരാതെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുമായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മെഡിസിൻ തൂത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ സർക്കംസെഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ സൈത്ത് തന്നു പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പം അത് അവനിൽ നിന്ന് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ അത് റെഡിയാക്കി കൊടുത്തു. പിന്നെ എൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതൊരു തടസ്സവും കൂടാതെ സാമ്പത്തികമെല്ലാം തന്ന് പരിശുദ്ധ അമ്മ അതും റെഡിയാക്കി തന്നു. പിന്നെ ഞാൻ അനേകം മക്കൾക്ക് വേണ്ടി, ജോലിയില്ലാത്തവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാൻ ഉപവാസം എടുത്ത് എൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഞാൻ മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് ഞാൻ പറയുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് അങ്ങനെ പരിശുദ്ധ അമ്മ നേടിത്തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി, ഞാൻ നാട്ടിലുള്ളപ്പോഴായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർഡർ ചെയ്ത് അങ്ങനെ കൊടുക്കുമോ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോവും, വൃത്തമന്ദിരത്തിലൊക്കെ പോയി ഞങ്ങളെ കഴിയുന്ന വിധം ഞങ്ങൾ ഒത്തിരി പേരെ ഞങ്ങളുടെ സാലറിയുടെ 1% മാറ്റി വെച്ച് തന്നെ ഞങ്ങൾ സഹായിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിന് ഫലമായിട്ട് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ സമ്പത്ത് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായി ഞങ്ങൾ ഒരുപാട് വളർന്നു. വചനം, എനിക്ക് വചനത്തോട് നേരത്തെ ഒന്നും 1-2 വചനം അറിയാം എങ്കിലും അതിൻ്റെ കൊട്ടേഷനോ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഒരുപാട് വചനങ്ങൾ അറിയാം. ഞാൻ വചനം പറഞ്ഞ് എപ്പോഴും ജോലി സ്ഥലത്ത് പോലും പ്രാർത്ഥിക്കും. അങ്ങനെ ജോലി സ്ഥലത്ത് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഓരോ പ്രവൃത്തികളും നല്ലതാണെന്ന് അവർ പറയുമ്പോൾ ഞാൻ ആ നിമിഷം ഈശോയെ, ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല, ഈശോ തന്ന അനുഗ്രഹമാണ്, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഓൺ ദ സ്പോട്ടിൽ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നേരം പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കൂട്ടുകാരുടെയൊക്കെ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്കെന്തോ മിസ് ചെയ്യുന്ന പോലെ തോന്നും. പരിശുദ്ധ അമ്മേനെ ഈശോനെയൊക്കെ മിസ് ചെയ്യുന്ന പോലെ തോന്നും. ഞാൻ അപ്പം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്കതങ്ങ് മാറും. അങ്ങനെ എനിക്കൊരു അവരോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് വന്നു. അങ്ങനെ ഒരുപാട് ആത്മീയമായി ഞങ്ങളെ ആത്മീയ തലത്തിൽ ബൈബിള് വായിക്കാൻ, കൊന്ത ചെല്ലാൻ, വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, കുംഭസാരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. എനിക്കിപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയമില്ല. കാരണം എനിക്കറിയാതെ അമ്മയുടെ ഇടപെടൽ കൊണ്ട് എനിക്കത് നേടിത്തരും. കാരണം പരിശുദ്ധ അമ്മ നമ്മളെ കൈവിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2 ദിനവൃത്താന്തം 7:14 തിരുവചനം. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ആൽഫി ജോസഫ് എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം വലിയ സന്തോഷത്തോടെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഈ തിരുവൾത്താരയിൽ ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി പറഞ്ഞു തുടങ്ങുമ്പോൾ സൂചിപ്പിച്ചത്
വിദേശത്ത് ഇസ്രയേലിൽ ഏതാണ്ട് 6 വർഷത്തോളം ജോലി ചെയ്ത് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയോടുകൂടി തിരികെ എത്തിയ സഹോദരൻ, ജീവിത പങ്കാളി, ഇവിടെ വന്ന എല്ലാ കാര്യവും ക്രമീകരിച്ച് ഒരുക്കിയെങ്കിൽ കൂടിയും പെട്ടെന്ന് അതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കുടുംബം വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടായി. അത് സ്വാഭാവികമായും കുറേയധികം ഉള്ളിൽ സങ്കടങ്ങൾ, ദേഷ്യങ്ങൾ, അകൽച്ചകൾ ഒക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെയാണ് ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടിയെടുത്ത് ജീവിതം സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങുന്നതിന് ഇവർ തീരുമാനിക്കുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള സഹോദരൻ നാട്ടിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ജോലിയിലേക്കാണ് എത്തിച്ചേരുന്നത്. കാരണം ദാരിദ്ര്യമാണ്, മറ്റ് വേറെ ജോലികളൊന്നും ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് അത്രയും ചെറിയൊരു താഴ്ന്ന ജോലിയിലേക്ക് സഹോദരൻ വന്നെത്തിച്ചേരുന്നത്. വളരെ ചെറിയ ശമ്പളവും. അത് ഒത്തിരി പേരുടെ അവഹേളനത്തിന് കാരണമായി. ഒത്തിരി പേർ സഹോദരനെ അവഹേളിക്കുന്നുണ്ട്, ചെറുതാക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അപമാനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ കുടുംബം അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ആ കുടുംബത്തിന് വരുന്ന ആദ്യത്തെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ക്ഷമിക്കുവാനുള്ള മനസ്സാണ്. എല്ലാവരോടും ക്ഷമിക്കുന്നു, നിരുപാധികമായി ക്ഷമ കൊടുക്കുന്നു. വേദനിപ്പിച്ച എല്ലാവരോടും അവരെ അങ്ങോട്ട് പോയി മാപ്പ് ചോദിച്ച് എല്ലാവരോടും ആ ബന്ധങ്ങൾ രണ്ടാമത് വിളക്കി ചേർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ നേടിയെടുത്തു എന്നതാണ് ആദ്യത്തെ കാര്യം. അതാണ് മകൾ വാക്കുകളിലൂടെ ആദ്യം സൂചിപ്പിച്ചത്. ജീവിതം വല്ലാതെ ഒത്തിരി പേർ വേദനിപ്പിച്ചപ്പോഴും ആരോടും പിണക്കമില്ലാതെ എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി ഉടമ്പടിയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് വിശ്വസിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും അതിലേറെ തിരികെ തരുവാൻ അമ്മ മാതാവിലൂടെ ഈശോയ്ക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിൽ ജീവിതം തുടങ്ങുന്നതാണ് പിന്നീട് ആ മകനുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. അത് മകന് ആ പെട്രോൾ പമ്പിൽ തന്നെ മാനേജരായി ജോലി കയറ്റം കിട്ടി, സ്വന്തമായൊരു വാഹനം ഉപയോഗിക്കുവാൻ കിട്ടി. മകൾക്ക് 2019 എഴുതിയ DHAയുടെ എക്സാമാണ്. അത് ശരിക്കും പറഞ്ഞാൽ മകൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ വാലിഡിറ്റി കിട്ടേണ്ടതല്ല. എന്നാൽ 5 വർഷത്തേക്ക് കൂടി അത് നീട്ടിക്കൊടുത്തത് കൊണ്ട് മകൾക്ക് ആ ജോലി അവിടെ നേടുവാൻ സാധിച്ചു. മറ്റ് പരീക്ഷകളോ പഠനമോ ഒന്നുമില്ലാതെ ജോലിക്ക് പ്രവേശിക്കുവാൻ പറ്റി. അച്ഛനെ കാണുമ്പോൾ കൊടുത്ത സന്ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സാധാരണ അച്ഛൻ അവരുടെ ജീവിതം കാണുകയും കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തിട്ട് ധൈര്യപ്പെടുത്തി വിടും. അത് സാക്ഷ്യം പറയുവാനുള്ള ആഹ്വാനത്തോടു കൂടിയാണ് വിടാറുള്ളത്. മകളോട് പറഞ്ഞു, സഞ്ചാരി മാതാവ് കൂടെ വരും. മകൾക്ക് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ മനസ്സിലായില്ല. സഞ്ചാരി മാതാവ് കൂടെ വരുമെന്ന് പറഞ്ഞാണ് മകളെ വിടുന്നത്. അവിടെ ചെന്ന് 1 മാസം ജോലി കിട്ടിയില്ല. പിന്നീട് ജോലി കിട്ടി. ആ ജോലി 4-ാം മാസമാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തകർന്നു പോകാതിരിക്കുവാനാണ് അച്ഛൻ കൃത്യമായ ആ സന്ദേശം കൊടുത്തു വിടുന്നത്. സഞ്ചാരി മാതാവ് കൂടെ വരും. ആ സഞ്ചാരി മാതാവിൻ്റെ സംരക്ഷണമാണ് ഇങ്ങോട്ട് തിരികെ പോരുന്നതിന് തൊട്ട് മുമ്പ് ഒരു മികച്ച ജോലി അവിടെ കണ്ടെത്തുവാനായിട്ട് മകൾക്ക് സാധിച്ചു. അത് 1 ദിവസം കഴിയുമ്പോൾ തന്നെ കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ജോലി കിട്ടുമ്പോഴും നമ്മൾ ഒരു സ്വപ്നം മകൾ പറയുന്നുണ്ട്. അച്ഛൻ സ്വപ്നത്തിൽ മകളോട് പറയുന്നു, നിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും സങ്കടമുണ്ടെങ്കിൽ അതുപോലും ക്ഷമിക്കുക. സങ്കടമുണ്ടെങ്കിൽ, നിന്നെ വേദനിപ്പിച്ചതിനെ പ്രതി സങ്കടമുണ്ടെങ്കിൽ അതുപോലും ക്ഷമിക്കുക. അങ്ങനെ ആ സങ്കടങ്ങൾ പോലും ക്ഷമിക്കുവാൻ തയ്യാറായപ്പോൾ അടുത്ത ദിവസം ആദ്യത്തെ ജോലി കിട്ടിയതിനെയാണ് മകളെ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ഒരു ആത്മപരിവർത്തന ജീവിതത്തിലേക്കാണ് നയിക്കുന്നത്. ഭൗതികമായ നന്മകൾക്കപ്പുറം നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിക്കുവാൻ, അതിൻ്റെ കുറവുകളെ തിരുത്തുവാൻ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചുവടുറപ്പിക്കുവാൻ, അതൊരു ആത്മീയ വളർച്ചയിലേക്ക് നമ്മളെ നയിക്കുവാനാണ് ഉടമ്പടി ജീവിതം എപ്പോഴും അതിൻ്റെ കോറിൽ, അതിൻ്റെ ആത്മാവിൽ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുക. മകൾ അതാണ് പറയുന്നത്. വചനം വായിക്കുക മാത്രമല്ല, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, വചനം പറഞ്ഞ് ആശ്വാസം പകരുവാൻ ഇന്ന് മകൾക്ക് സാധിക്കുന്നുണ്ട്. കുടുംബം സാമ്പത്തികമായി ഭദ്രതയിലേക്ക് വളരുവാൻ അമ്മ മാതാവ് ഈ നാളുകളിൽ സഹായിച്ചു. ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയ വളർച്ച കൊടുത്തുകൊണ്ട് ഉടമ്പടി ജീവിതം എങ്ങനെ കുടുംബത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി സഹായിച്ചു, ഒരുമിച്ച് നടക്കുവാൻ എങ്ങനെ രണ്ടുപേരെയും അനുഗ്രഹിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്.
നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നവർ നമ്മുടെ ജീവിതത്തെ അല്പം കൂടി ഒന്ന് പരിശോധിക്കണം. ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സഫലമാകുന്നില്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ജീവിതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ക്ഷമിക്കുവാനുള്ളത് ക്ഷമിക്കണം, തിരുത്തുവാനുള്ള കാര്യങ്ങൾ തിരുത്തണം, എളിമപ്പെടുവാൻ തയ്യാറാവണം. ദൈവനാമം മഹത്വപ്പെടും വിധം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവികമായ ആശീർവാദം അമ്മ മാതാവ് വേഗത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കും. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ നന്മകൾക്ക്, അനുഗ്രഹത്തിന് സീറോയിൽ നിന്നും ഹീറോയാകുവാൻ വേണ്ടി ഇവരെ എടുത്തുയർത്തിയ അമ്മ മാതാവിൻ്റെ വലിയ കൃപയ്ക്കും സംരക്ഷണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.